ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, കത്തോലിക്ക തിരുസഭയിൽ ഉയർപ്പ് ഞായറിന് ശേഷം വരുന്ന ഞായറാഴ്ച ദൈവകരുണയുടെ ഞായറായിട്ടാണ് ഈ കാലഘട്ടങ്ങളിൽ ആഘോഷിക്കുന്നത്. പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പ്രത്യേകമായ താല്പര്യപ്രകാരമാണ് ഇത് സഭയിൽ ആരംഭിച്ചത്. വിശുദ്ധ ഫൗസ്റ്റീനായിക്ക് ഈശോ വെളിപ്പെടുത്തിയ കരുണയുടെ വലിയ രഹസ്യം പിന്നീട് സഭയുടെ ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും പ്രചാരമുള്ള ഭക്താനുഷ്ഠാനമായി മാറിയ കരുണയുടെ ജപമാലയും പ്രാർത്ഥനയും, പ്രത്യേകിച്ച് ദുഃഖവെള്ളിയാഴ്ച മുതൽ ആരംഭിച്ച് 9 ദിവസം കരുണയുടെ നൊവേന ചൊല്ലി ഉയർപ്പ് ഞായറിന് ശേഷം വരുന്ന ഞായറാഴ്ച കരുണയുടെ ഞായറായിട്ട് സഭയിൽ ഇപ്പോൾ ആഘോഷിക്കുന്നു. ഈ വർഷം കരുണയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ മറ്റേത് വർഷത്തേക്കാളധികം കർത്താവിൻ്റെ കരുണ മനുഷ്യവംശത്തിന് അനിവാര്യമാണ് എന്ന് നമ്മൾ ഓർക്കുകയും അതിൻ്റെ ആവശ്യകത കൂടുതൽ വിശ്വാസബോധ്യത്തോടെ കരുണയ്ക്കായി പ്രാർത്ഥിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന സന്ദർഭമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ, രക്ഷാകര ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ദൈവജനം, പ്രത്യേകിച്ച് പഴയ നിയമ ജനത നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരുപാട് സന്ദർഭങ്ങൾ പുറപ്പാട് സംഭവം മുതൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെയെല്ലാം പൊതുവായി കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ദൈവത്തിനുമുൻപിൽ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ എപ്പോഴെല്ലാം ദൈവജനത്തിന് വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് ദൈവജനം പാപം ചെയ്തിട്ടുണ്ടോ, അപ്പോഴൊക്കെ ദൈവത്തിൻ്റെ ശിക്ഷ എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന മഹാമാരികൾ, യുദ്ധങ്ങൾ, ദുരന്തങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങളൊക്കെ പഴയ നിയമ ജനതയ്ക്ക് തങ്ങളുടെ വാഗ്ദാന ദേശത്തേക്കുള്ള യാത്രയിൽ നേരിടേണ്ടതായി വന്നതായി പുറപ്പാട് പുസ്തകത്തിലും തുടർന്നുള്ള ലേവ്യരുടെയും സംഖ്യയുടെയും ഒക്കെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ പ്രത്യേക നിയോഗം ലഭിച്ച് ഇസ്രായേൽ ജനതയെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിക്കുവാൻ വേണ്ടി കടന്നു വന്ന മോശയുടെ നേതൃത്വത്തെ പോലും സംശയിക്കുകയും മോശയ്ക്കും അഹ്റോനുമെതിരായി പിറുപിറുക്കുകയും അവരെ കൊല്ലാൻ വരെ ആലോചിക്കുകയും ചെയ്യുന്ന ഒരു ജനതയുടെ മേലാണ് ഇപ്രകാരമുള്ള മഹാമാരികൾ, ശിക്ഷാവിധികൾ ഉണ്ടാകുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോഴെല്ലാം മോശയും അഹ്റോനും ദൈവത്തിനുമുമ്പിൽ കടന്നു ചെന്ന് കമിഴ്ന്ന് വീണ് നിലത്ത് കിടന്ന് ദൈവത്തിന്റെ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മോശയുടെയും അഹ്റോന്റെയും ഒക്കെയുള്ള നിലവിളിയോടെയുള്ള പ്രാർത്ഥന കേട്ടാണ് പലപ്പോഴും ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനതയുടെ മേലുള്ള ശിക്ഷ പിൻവലിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ദൈവത്തിന്റെ കരുണയെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാൻ ഈ പഴയ നിയമ പശ്ചാത്തലം നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. വ്യക്തമായിട്ടും പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് പരാമർശിക്കുന്നിടത്ത് പരിശുദ്ധ അമ്മ തന്റെ സ്തോത്രഗീതം അവസാനിപ്പിക്കുന്നത് പിതാക്കന്മാരോടുണ്ടായിരുന്ന അവിടെ ദൈവം വാഗ്ദാനം ചെയ്ത കാരുണ്യം നിവർത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് തനിക്ക് ഇപ്രകാരമുള്ള ഒരു തെരഞ്ഞെടുപ്പ്, ദൈവമാതാവാകുവാനുള്ള തെരഞ്ഞെടുപ്പ് ലഭിച്ചത് എന്ന് അനുസ്മരിക്കുന്നുണ്ട്. അകാലത്തിൽ തങ്ങൾക്ക് ലഭിച്ച പുത്രനെ, സ്നാപക യോഹന്നാനെ കരങ്ങളിൽ എടുത്തുകൊണ്ട് പിതാവായ സക്രിയായും പറയുന്നത് ഇത് തന്നെയാണ്. ദൈവത്തിന്റെ കാരുണ്യമാണ് ഇപ്രകാരം ഒരു അത്ഭുതം തങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ ഇടയാക്കിയത് എന്നും ദൈവത്തിന്റെ കാരുണ്യം
അവ ഉന്നതത്തിൽ നിന്നുള്ള ഉദയരശ്മി തങ്ങളെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സക്കറിയ ദൈവ കാരുണ്യത്തെ അനുസ്മരിക്കുന്നത്. അന്നുവരെ ഒരുപക്ഷെ വെളിപ്പെടാതിരുന്ന ദൈവസങ്കല്പമാണ് ക്രിസ്തുവിൽ ദൈവ കരുണയുടെ രൂപത്തിൽ വെളിപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മത്തായിയുടെ സുവിശേഷത്തിൽ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്ത് എന്തുകൊണ്ടാണ് ക്രിസ്തു തന്റെ പരസ്യ ജീവിതകാലത്ത് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് അല്ലെങ്കിൽ രോഗശാന്തി നൽകിയത് എന്ന് സുവിശേഷകൻ ഒറ്റ വാക്കിൽ അടിവരയിട്ട് പറയുകയാണ്. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവരോട് അവന് അനുകമ്പ തോന്നി. കാരണം അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു എന്ന്. സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടം ഒരുപക്ഷെ നമ്മളെ ചിന്തിപ്പിക്കുന്നത് ഇതേ അവസ്ഥയെ കുറിച്ച് തന്നെയാണ്. അതായത് പരിഭ്രാന്തിയും നിസ്സഹായതയും മനുഷ്യവംശത്തിന്റെ മേൽ ചൂഴ്ന്നു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളോ നമ്മൾ നേടിയെടുത്തു എന്ന് കരുതിയ മാനുഷികമായ നേട്ടങ്ങളോ ഒക്കെ മനുഷ്യന്റെ നന്മയ്ക്ക് തീർത്തും ഉപയുക്തമല്ല എന്നുള്ള, പര്യാപ്തമല്ല എന്നുള്ള തിരിച്ചറിവ് കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുവാൻ വിശ്വാസികളെ പ്രേരിപ്പിക്കുന്ന കാലഘട്ടം. മനുഷ്യവംശത്തിന്റെ വിമോചനത്തിനായി കടന്നു വന്ന ദൈവപുത്രൻ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അനുകമ്പ തോന്നാനിടയാകത്തക്ക വിധം ജനങ്ങൾക്കിടയിൽ നേതൃത്വമില്ലായിരുന്നു, അവർ നിസ്സഹായരായിരുന്നു, അവർ പരിഭ്രാന്തരായിരുന്നു എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തിലല്ലാതെ നമുക്ക് മറ്റൊരാശ്രയമില്ല എന്ന് ക്രിസ്തുവിന്റെ പരസ്യ ജീവിതകാലത്ത് ദൈവം വെളിപ്പെടുത്തിയ സന്ദർഭങ്ങളും സാഹചര്യങ്ങളുമായിരുന്നു ഈശോ ചെയ്ത ഓരോ അത്ഭുതവും. ഈശോയുടെ അത്ഭുതങ്ങളെ പല വിധത്തിൽ നമ്മൾ കാണാറുണ്ട്. അവൻ നൽകിയ ശാരീരികമായ സൗഖ്യങ്ങൾ, അവൻ ചെയ്ത പ്രകൃതിയെ മാറ്റം വരുത്തുന്ന രീതിയിൽ അവൻ ചെയ്ത അത്ഭുതങ്ങൾ ഒക്കെ, അവിടെയൊക്കെ കരുണയുടെ ഒരു വശം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ക്രിസ്തു ചെയ്ത ഏറ്റവും വലിയ അത്ഭുതമായി നമ്മൾ വ്യാഖ്യാനിക്കുക അവൻ മരിച്ചവരെ ഉയർപ്പിച്ച സന്ദർഭങ്ങളെ കുറിച്ചാണ്. തന്റെ പ്രിയ സ്നേഹിതനായ ലാസറിന്റെ മരണത്തിൽ സങ്കടപ്പെട്ടിരിക്കുന്ന അവന്റെ സഹോദരിമാരുടെ കണ്ണുനീർ കണ്ടിട്ടാണ് അവൻ ലാസറിനെ ഉയർപ്പിച്ചത് എന്ന് യോഹന്നാന്റെ സുവിശേഷത്തെ വ്യാഖ്യാനിക്കുന്നവർ പറയാറുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിന്റെ 7-ാം അധ്യായത്തിൽ ക്രിസ്തു നായിനിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്ന സന്ദർഭത്തെ കുറിച്ച് പറയുമ്പോൾ ലൂക്കാ സുവിശേഷൻ വളരെ വ്യക്തമായി പറയും, ആ സ്ത്രീയുടെ, ആ അമ്മയുടെ, ആ വിധവയുടെ കണ്ണുനീര് സങ്കടം കണ്ട് മനസ്സലിഞ്ഞാണ് ആ യുവാവിനെ ക്രിസ്തു ഉയർപ്പിക്കുന്നത് എന്ന്. ഓരോ രോഗശാന്തിയെ കുറിച്ചും, പ്രത്യേകിച്ച് അന്ധന്മാരെ അല്ലെങ്കിൽ ബർത്തിമേയൂസ് എന്ന് പറയുന്ന അന്ധനെ സുഖപ്പെടുത്തുന്ന സന്ദർഭത്തെ കുറിച്ച് പറയുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ജെറീക്കോയിലൂടെ കടന്നു പോവുകയായിരുന്ന ക്രിസ്തുനാഥനെ വിളിച്ച് ഈ അന്ധയാചകൻ പ്രാർത്ഥിക്കുകയാണ്. ദാവീദിന്റെ പുത്രനായ ക്രിസ്തുവേ എന്നിൽ കനിയണമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. കനിയണമേ, കരുണയായിരിക്കണമേ എന്നുള്ള അവന്റെ പ്രാർത്ഥന കേട്ടാണ് ക്രിസ്തു നിൽക്കുക, അവനെ വിളിക്കുക, അവനോട് ചോദിക്കുക നിനക്ക് എന്താണ് ആവശ്യം എന്ന്. അതാണ് ആ അന്ധന് സൗഖ്യത്തിന് കാരണമായി മാറുക. ഇപ്രകാരം ക്രിസ്തു ചെയ്ത ഓരോ രോഗശാന്തിയിലും അവിടുന്ന് മരിച്ചവരെ ഉയർപ്പിച്ച സന്ദർഭങ്ങളിലുമൊക്കെ ക്രിസ്തുവിലൂടെ വെളിപ്പെട്ടത് കരുണയ്ക്കായി നിലവിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസ സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം കൊടുക്കുന്ന ഉത്തരമായിട്ടാണ്. ഇനിയും ഈശോ പ്രകൃതിയെ ശാസിച്ച സന്ദർഭങ്ങൾ, പ്രത്യേകിച്ച് ശിഷ്യന്മാരോടൊപ്പം വള്ളത്തിൽ യാത്ര ചെയ്യവേ പെട്ടെന്നുണ്ടായ കാറ്റിലും കോളിലും കൊടുങ്കാറ്റിലും പെട്ട് വള്ളം മുങ്ങാനായിട്ട് ഒരുങ്ങുമ്പോൾ ശിശു സമൂഹം കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടുത്തെ കരുണയ്ക്കായിട്ട് ഞങ്ങളിതാ നശിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ്
അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ച് കടലിനോട് ശാന്തമാവുക എന്ന് പറഞ്ഞപ്പോൾ കാറ്റും കോളും അടങ്ങിയതായി സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു. അതായത് പ്രകൃതിയുടെ മേൽ തനിക്കുള്ള സൃഷ്ടാവെന്ന നിലയിൽ തനിക്കുള്ള അധീശത്വം അവൻ വെളിപ്പെടുത്തുവാൻ ഇടയാക്കിയതും കരുണയ്ക്ക് വേണ്ടി അവര് നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ്. ഇനിയും അവൻ അപ്പം വർദ്ധിപ്പിച്ച സന്ദർഭത്തിലും ഇതേ കാരുണ്യം തന്നെയാണ് വെളിപ്പെട്ടത്. അവന്റെ പ്രബോധനം കേൾക്കുവാൻ രാപകലില്ലാതെ തന്റെ പിറകെ നടന്ന ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞാണ് അവർക്ക് ഭക്ഷണം നൽകുവാൻ ശിഷ്യ സമൂഹത്തോട് ക്രിസ്തു ആവശ്യപ്പെടുക. അവരുടെ വിശപ്പ് മാറ്റുവാൻ അവരോട് കരുണ തോന്നി 5,5000 പേർക്കായി വിഭജിച്ച് നൽകുന്ന ക്രിസ്തുവിന്റെ ഈ അത്ഭുതകരമായ പ്രവൃത്തിയുടെ പിറകിലും ഉള്ളത് അവിടുത്തെ കാരുണ്യത്തിന്റെ വലിയ വെളിപ്പെടുത്തൽ തന്നെയാണ്. സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് COVID-19 ലോക ജനതയെ ഒരു വശത്തു നിന്ന് വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ പോലും നമുക്കും ഏറ്റവും ആത്മാർത്ഥതയോടെ ദൈവത്തിന്റെ കരുണയെ വിളിച്ച് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. കഴിഞ്ഞ ദിവസം ഒരു സഹോദരനെ ഫോൺ വിളിച്ചപ്പോൾ കേരളത്തിൽ നിന്നും ഇതങ്ങ് ഒഴിവായി എന്നൊക്കെയാണ് തോന്നുന്നത് അല്ലേ അച്ഛാ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ എന്തുകൊണ്ടായിരിക്കും നമ്മളെ ഇത് എത്രയും ബാധിക്കാത്തത്? നമ്മളുടെ ഗവൺമെന്റ് വളരെ കരുതൽ നടപടികൾ, കർക്കശമായ നടപടികളൊക്കെ എടുത്തു, ജനങ്ങൾ അതിനോട് സഹകരിച്ചു. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ കൊറോണ നമ്മളെ അത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ കടന്നു പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞു, പക്ഷെ അതുകൊണ്ടൊന്നും ആയിരിക്കത്തില്ല. ഒരുപക്ഷെ കേരളത്തിൽ ചൊല്ലിയത്രയും കരുണക്കൊന്ത ലോകത്തിൽ വേറൊരു സമൂഹത്തിലും മറ്റൊരു വിശ്വാസ സമൂഹവും ചൊല്ലിയിട്ടുണ്ടാവുകയില്ല എന്ന്. സ്നേഹമുള്ളവരെ, മാനുഷികമായ എത്രയേറെ നമ്മൾ മുൻകരുതലുകൾ എടുത്താലും നമ്മളെ വിഴുങ്ങുവാൻ വരുന്ന മഹാമാരിയുടെ മുൻപിൽ നമുക്ക് സംരക്ഷണം നൽകുന്നത് ദൈവത്തിന്റെ കരുണയാണ് എന്നുള്ള വലിയ സത്യത്തെ തിരിച്ചറിയുവാൻ ഈ കാലഘട്ടം നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് മുൻപിൽ കരുണയോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരെ നമുക്ക് ഈ ദിവസങ്ങളിൽ കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. കരുണയുടെ ജപമാല ചൊല്ലുകയില്ലാതിരുന്ന ആളുകൾ പോലും, അല്ലെങ്കിൽ ദൈവത്തിന്റെ കരുണ അനിവാര്യമാണ് എന്നുള്ള ബോധ്യമില്ലാതിരുന്നവർ പോലും ദൈവത്തിന് മുൻപിൽ കരങ്ങൾ ഉയർത്തി ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന സന്ദർഭങ്ങൾ വ്യക്തമായിട്ടും നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുക വലിയ ബോധ്യത്തിലേക്കാണ്. അത് മറ്റൊന്നുമല്ല, നമുക്ക് മറ്റൊന്നിലും ആശ്രയം വെക്കാനായിട്ടില്ല, ദൈവത്തിന്റെ കരുണയിൽ മാത്രമേ നമുക്ക് ആശ്രയം വെക്കാനായിട്ടുള്ളൂ എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിന്റെ പിതാവിനെ കുറിച്ച് സുഹൃത്ത് എന്നോട് പങ്കുവയ്ക്കുകയായിരുന്നു. ഞായറാഴ്ച ദിവസം പോലും പള്ളിയിൽ പോകാനായിട്ട് അദ്ദേഹത്തിന് വലിയ മടിയായിരുന്നു. കാരണം വലിയ സമ്പത്തൊക്കെ ഉണ്ട്, സൗകര്യങ്ങളൊക്കെ ആയി, മക്കളൊക്കെ വിദേശത്തുമൊക്കെ ജോലിയിലൊക്കെ ആയി. ഇപ്പൊ ഞായറാഴ്ച പള്ളിയിൽ പോയില്ലേലും, എല്ലാ ഞായറാഴ്ചയൊന്നും പോയില്ലേലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്ന ഒരു സാധാരണ വിശ്വാസിയായിരുന്നു. പക്ഷേ ഈ ഞായറാഴ്ച ഈസ്റ്ററിന്റെ അന്ന് രാവിലെ കിടന്നുറങ്ങിയ മക്കളെ ഈ അപ്പനാണ് വിളിച്ചെഴുന്നേൽപ്പിച്ച് 6:30 ശാലോമി കുർബാനയുണ്ട്, നമുക്ക് ഒന്നിച്ചു കൂടാമെന്ന് പറഞ്ഞു. അപ്പൊ മക്കൾക്ക് വലിയ അത്ഭുതം, എന്തു പറ്റി അപ്പന് എന്ന്. അപ്പോ അപ്പനോട് ചോദിച്ചു, എന്നെ പറ്റി? അപ്പോ അപ്പൻ പറഞ്ഞു, ഇപ്പോഴാണ് ഇതൊക്കെ വലിയ ആവശ്യമാണെന്നുള്ള ബോധ്യം വന്നത്. മക്കൾ വിദേശത്താണ്, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇപ്പോ ഇല്ല. അപ്പൊ തീർച്ചയായിട്ടും കുറച്ച് കൂടുതൽ പ്രാർത്ഥിക്കണം എന്നൊക്കെയാണ് ഇപ്പൊ തോന്നുന്നത് എന്ന്. സ്നേഹമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്ന അനുകൂലമോ പ്രതികൂലമോ ആയ സാഹചര്യങ്ങളിൽ പോലും തമ്പുരാനിൽ നമുക്ക് ആശ്രയിക്കേണ്ടത് എന്തുകൊണ്ടാണ് എന്ന് തമ്പുരാൻ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഈ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വ്യക്തമായ വിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വലിയ കരുണയ്ക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥനകളിൽ നിരവധി തവണ കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവേ, കൃപയുണ്ടായിരിക്കണമേ, കരുണയായിരിക്കണമേ എന്ന് ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്ന
തലമുറകളിലൂടെ കടന്നു വന്ന ഒരു വിശ്വാസ പാരമ്പര്യത്തിന്റെ പിന്തുടർച്ചക്കാരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അത് ഹൃദയപൂർവ്വമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്, ആത്മാർത്ഥതയോടെ ആയിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. കാരണം മറ്റെല്ലാ സാധ്യതകളും അവസാനിച്ചിടത്താണ് ദൈവത്തിന്റെ വലിയ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ള ബോധ്യമാണ് മറ്റെല്ലാം മറന്ന് അവനെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ, നിലവിളിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. പ്രാർത്ഥനയുടെ യഥാർത്ഥമായ ചൈതന്യത്തെ കുറിച്ച് ക്രിസ്തു നൽകുന്ന പ്രബോധനവും മറ്റൊന്നല്ല. ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു ചെല്ലുന്ന 2 വ്യക്തികളെ കുറിച്ച് അവൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഫരിസേയന്റെയും ചുങ്കക്കാരന്റെയും മനോഭാവങ്ങൾ നമുക്ക് പരിചിതമാണ്. അവിടെ ചുങ്കക്കാരൻ ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുവാൻ പോലും മടിച്ച് ദേവാലയ വാതിൽക്കൽ നിന്നുകൊണ്ട് മാറത്തടിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന്. സ്നേഹമുള്ളവരെ, ക്രിസ്തു പഠിപ്പിച്ച, അവിടുന്ന് കാണിച്ചു തന്ന അതേ മനോഭാവമാണ് നമുക്കും ഇന്ന് അനിവാര്യമായിരിക്കുന്നത്. ഈ ബലിയിലും നമ്മുടെ മുൻപോട്ടുള്ള ജീവിതത്തിനുമെല്ലാം അവന്റെ കരുണയിൽ പൂർണ്ണമായും ആശ്രയം വീഴ്ച് അവനോട് ഏറ്റവും ആത്മാർത്ഥതയോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കുവാൻ, നമ്മളുടെ വ്യക്തി ജീവിതങ്ങളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ, നാടിന്റെ മേൽ, ഈ ലോകത്തിന്റെ മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ എന്ന് ഏറ്റവും ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. ഫൗസ്റ്റീനായിലൂടെ വെളിപ്പെട്ട കരുണയുടെ ജപമാല പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മൾ ഏറ്റവും ആത്മാർത്ഥതയോടെ അത് നമുക്കത് ഏറ്റുപറയുവാനായിട്ട് സാധിക്കണം. ക്രിസ്തുവിന്റെ പീഡാസഹന മരണ യോഗ്യതകൾ, അതിൻ്റെ വലിയ ആ യോഗ്യതയിലാണ് നമ്മൾ ആശ്രയം വെക്കുന്നത്. പിതാവേ, ലോകത്തിന്റെ മേലും ഞങ്ങളുടെ ഓരോരുത്തരുടെ മേലും കരുണയായിരിക്കണമേ എന്ന് വിളിക്കുമ്പോൾ അത് കേവലം അധരങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു പ്രാർത്ഥനയായിട്ടല്ല, നമ്മളുടെ ഹൃദയത്തിൽ നിന്നും ഉയരുന്ന നമ്മുടെ ആത്മസമർപ്പണത്തിന്റെ വെളിപ്പെടുത്തലായിട്ട് മാറാനായിട്ട് സാധിക്കണം. വിശുദ്ധ കുർബാനയിൽ ലോകം മുഴുവന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യവംശം നേരിടുന്ന ഈ മഹാമാരിയുടെ സന്ദർഭത്തിൽ എപ്രകാരമാണോ ഇസ്രായേൽ ജനത തങ്ങളുടെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ തിരിച്ചടികളും മഹാമാരികളും യുദ്ധങ്ങളും ഒക്കെ ഉണ്ടായപ്പോ ദൈവത്തെ നിലവിളിച്ച് പ്രാർത്ഥിച്ചതുവഴി അതിൽ നിന്നെല്ലാം അവർ ഒഴിവായതുപോലെ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ വലിയ കരുണയ്ക്കായി കാരുണ്യവാനായ ദൈവ കരുണയുടെ രൂപത്തിൽ മനുഷ്യനായി അവതരിച്ചവൻ നമ്മളുടെ ജീവിതത്തിന്റെ മേലും ഈ ലോകത്തിന്റെ മേലും കരുണയുള്ളവരാകട്ടെ. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.